തിരുവനന്തപുരം കുടപ്പനക്കുന്ന് റോഡിൽ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ ദിവസങ്ങൾ പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ വാട്ടർ അതോറിറ്റി. അറ്റകുറ്റപ്പണിക്കായി റോഡ് കുഴിച്ചിട്ടതിന് പിന്നാലെയാണ് ചോർച്ച സംഭവിച്ച് കുടിവെള്ളം പാഴാകുന്നത്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന തിരക്കുള്ള റോഡിലെ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡുകളിൽ ഒന്നാണ് ഈ കുടപ്പനക്കുന്ന് പാതയെന്ന് പറയേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പൈപ്പ് ലൈൻ പൊട്ടിക്കടന്നിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നിരന്തരം റോഡ് പൊളിയുന്ന വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും സ്മാർട്ട് സിറ്റിയുടെ റോഡ് പൊളിയുന്നതും ആ റോഡ് നന്നാക്കാത്തതുമായിട്ടുള്ള അനാസ്ഥകൾ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ റോഡ് പൊളിയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് റോഡിനോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു അനാസ്ഥയാണ്. കഴിഞ്ഞ 10 ദിവസത്തിൽ കൂടുതലായി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കുടപ്പനക്കുന്നിലാണ്. കുടപ്പനക്കുന്ന് ഇരപ്പുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് നമുക്ക് പ്രധാന റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 200 മീറ്റർ മാറി പിറകിലോട്ട് മാറുമ്പോഴാണ് ഈ റോഡുള്ളത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സിവിൽ സ്റ്റേഷൻ, അതായത് കളക്ട്രേറ്റ് ഇതിന് തൊട്ട് അടുത്ത്, ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ മതി. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട VIP കളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. റോഡ് പൊളിയുന്നതിലുപരിയായിട്ട് ഞാനിപ്പോൾ ദൃശ്യങ്ങൾ കാണിക്കുന്നത് പോലെ കഴിഞ്ഞ 10 ദിവസത്തിലേറെ ആയിട്ട് ഇവിടെ വെള്ളം, അതായത് ഈ സിറ്റിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതിയുടെ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഈ വെള്ളമാണ് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇത്തരത്തിൽ പൊട്ടിപ്പോകുന്നത്. വാട്ടർ അതോറിറ്റിക്ക് എവിടെയാണ് ലീക്കേജ് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് തന്നെയുള്ള വിശദീകരണം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, ഇത് റോഡാകുന്നതിനൊക്കെ മുമ്പാണ് ഇത്തരത്തിലൊരു പൈപ്പ് ലൈൻ ഇതിനടിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഏത് ഭാഗത്താണ് ഇത്തരത്തിൽ പൊട്ടൽ സംഭവിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം ഞാനിപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലമാണ് ആദ്യം വെള്ളത്തിന് ലീക്കേജ് ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന സ്ഥലം. ഇവിടെ ഒരു വലിയ കുളം പോലെ കുഴിച്ച് ഈ പൈപ്പ് ലൈനിലൊക്കെ എവിടെയാണ് ലീക്കേജ് സംഭവിച്ചത് എന്ന് നോക്കിയെങ്കിലും അത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതിന് നാട്ടുകാരുടെ ഇടപെടൽ മൂലം ഈ കുഴി പിന്നീട് മണ്ണിട്ട് മൂടിയിട്ടും അതിന്റെ മുകൾ ഭാഗത്തു കൂടി വെള്ളം വരുന്നുണ്ട്. ആ കുഴി അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് പൈപ്പ് പൊട്ടിയതെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സമീപത്തും കുഴിയെടുക്കുന്നു. സമീപത്തും ഇപ്പം ഏതാണ്ട് 2 കുഴി എടുത്തിട്ടുണ്ട്. ഈ 2 കുഴിയിലും അന്വേഷിക്കുന്നു എവിടെയാണ് പൈപ്പ് പൊട്ടിയതെന്ന്. ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രദേശമായിരിക്കാം. പക്ഷേ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഏതാണ്ട് സിവിൽ സ്റ്റേഷൻ അടുത്ത്, അതോടൊപ്പം തന്നെ ഇതിനടുത്ത് 3-4 സ്കൂളുകളുണ്ട്. ഈ റോഡ് നേരെ പോകുന്നത് നാലാഞ്ചിറയിലേക്കാണ്. അവിടെ നമുക്കറിയാം MG കോളേജ് ഉണ്ട്, മറ്റ് കോളേജുകളുണ്ട്. അപ്പോൾ സിറ്റിയിൽ നിന്നുമുള്ള സ്കൂൾ കോളേജ് ബസ്സുകളൊക്കെ കടന്നു പോകുന്നത് ഈ റോഡ് വഴിയാണ്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 4-ലധികം അപകടങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ദക്ഷിണ മേഖല IG ആയിട്ടുള്ള സ്പർജൻ കുമാർ താമസിക്കുന്നത് ഇവിടെ നിന്ന് 4 വീടിനപ്പുറമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു VIP ഏരിയ അശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, വാട്ടർ അതോറിറ്റിയുടെ ഇടപെടലുകളാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകും. നമ്മളെപ്പോഴും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വരുന്ന റോഡുകൾ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി റോഡുകൾ പറയുമ്പോഴും ഈ വാട്ടർ അതോറിറ്റിയുടെ ഇത്തരം അനാസ്ഥകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് സിറ്റിയുടെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ പ്രധാന ഉദ്ദേശം എന്ന് തന്നെ പറയുന്നത് പൈപ്പ് ലൈൻ, ഫൈബർ ലൈനുകൾ, ഇലക്ട്രിസിറ്റി പോലുള്ള ലൈനുകൾ ഭൂമിക്കടിയിലൂടെ കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ പൈപ്പ് ലൈനുകൾ ഭൂമിക്കടിയിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താതെ എങ്ങനെ ഇത്തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മളോടൊപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എത്ര ദിവസമായി ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ട്? ഒരു 10-ലധികം ദിവസമായിട്ട് കിടക്കുകയാണ്. ഈ പ്രദേശത്ത് പല തവണ വണ്ടി താന്നു പോയിട്ടുണ്ട്. നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ ശ്രദ്ധിക്കുമ്പോൾ വളരെ വിജിലൻ്റായിട്ട് സമയത്ത് ഓടിയെത്താറുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത്രയും സങ്കീർണമാക്കിയെങ്കിൽ മാത്രമേ അവരുടെ ഒരു അറ്റൻഷൻ തന്നെ ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് വേറൊരു പരാതിയാണുള്ളത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമുക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ ഫ്രീ കണക്ഷൻ അടക്കം ധാരാളം കണക്ഷൻ കൊടുത്തു. പൈപ്പിൽ ആവശ്യത്തിന് വെള്ളമില്ലാതെ പൊട്ടി വലിക്കുകയും ചെയ്യുക. ഇനി ഇപ്പോൾ ഇത് കുഴിച്ച് എവിടെയെങ്കിലും കണ്ടുപിടിച്ചാൽ അതിൽ ടയർ ചുറ്റി വെച്ചിട്ട് അവരങ്ങ് പോവും. അതിന് തൊട്ടടുത്ത് തന്നെ വീണ്ടും പൊട്ടലുണ്ടാവുകയാണ്. ഇങ്ങനെ നിരന്തരം ഇവിടെ പ്രശ്നങ്ങളാണ്. നമ്മൾ വാട്ടർ അതോറിറ്റി ഓവർസിയർ
സർവേയറോ എഞ്ചിനീയറെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു ഡ്രോയിങ്സ് ഇതിനില്ല. അതുപോലെ ഇത് ജോലിക്കാർ വന്നിട്ട് കഠിനാധ്വാനം ചെയ്ത് ഇത് കുഴിക്കുന്നു എന്നല്ലാതെ ഇത് കണ്ടുപിടിക്കാനുള്ള ഡിവൈസസ് നെറ്റിലൊക്കെ നോക്കിയാൽ ധാരാളം ലഭ്യമാണ്. എന്തിനാണ് ഇപ്പോൾ ഡിവൈസ് ഇല്ലാത്തത്? എല്ലാത്തിനും ലഭ്യമാണ്. പക്ഷേ അതിനൊരു അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ സ്റ്റാഫുകൾ, പുതിയ ഓവർസിയർ വരും, പുതിയ കോൺട്രാക്ടേഴ്സ് വരുന്നു. ഇവർക്ക് ആർക്കും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ പ്രദേശവാസികൾ ഏതെങ്കിലും സൂചനകൾ വെച്ച് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും പലപ്പോഴും ശരിയായി വരുന്നത്. ഒരു പക്ഷേ വെള്ളം ഇപ്പോൾ പൊട്ടി ഒലിച്ച് ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ മധുവോ ആരെങ്കിലും പോയി പറഞ്ഞു കൊടുത്തെങ്കിലേ പലപ്പോഴും കോൺട്രാക്ടേഴ്സിനെ അറിയുന്നുള്ളൂ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഫ്രഷായിട്ടുള്ള കോൺട്രാക്ടേഴ്സ് വരും, ഫ്രഷായിട്ടുള്ള ഓവർസിയർ വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷയം. ഇപ്പോൾ ഈ വഴി നീളെ നമ്മൾ ഈ പ്രദേശം അങ്ങോട്ട് കുറേ എടുത്തു കഴിഞ്ഞാൽ കുറേ വീഡിയോസ് എടുക്കാൻ കാണും. ഈ ഫ്രീ കണക്ഷൻ കൊടുത്ത വകയിലും മറ്റുമായിട്ട് ഒരുപാട് ട്രെഞ്ചുകൾ എടുത്തു. അത് റീസ്റ്റോർ ചെയ്യുന്നതാണ് അവരുടെ തന്നെ ഭാഷയിൽ പറയുക. ഈ റീസ്റ്റോറിങ് നടക്കാതായിട്ട് 6 മാസമെങ്കിലും കഴിഞ്ഞു. ഇത് റീസ്റ്റോർ ചെയ്യാൻ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ പറയുന്നത് മഴയാണ് എന്നാണ്. മഴയത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിനൊരു പ്രശ്നമില്ല. ഇത് നമ്മളെ കൂടെയൊക്കെ ചുമതലപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ കൂടെയൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചാൽ ഞങ്ങളോടൊക്കെ വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയുള്ള ഡിപ്പാർട്ട്മെന്റ് സമീപിക്കുന്നുമില്ല, അതിന് ചെയ്യുന്നുമില്ല. കോൺട്രാക്ടേഴ്സിന്റെ കാര്യം ഞാൻ അന്വേഷിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലല്ല ഡിലേ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ഒരുപാട് വർക്ക് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ സഫീഷ്യൻ്റായിട്ടുള്ള എംപ്ലോയീസിനെ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റായിട്ട് എംപ്ലോയീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവരിപ്പോൾ എത്ര അടുത്ത് കുഴിക്കും? ഇന്നിപ്പോൾ ഒരിടത്ത് കുഴിക്കും, അതുപോലെ നാളെ വേറൊരിടത്തായിരിക്കും കുഴിക്കുന്നത്. അങ്ങനെ ആവശ്യത്തിനുള്ള ആളെ വെച്ച് അല്ലെങ്കിൽ ഏരിയ സബ്ഡിവൈഡ് ചെയ്ത് പുതിയ ഏജൻസികൾക്ക് കൊടുത്ത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കൊരു ഭാരമായിട്ട് വരികയാണ്. വെള്ളം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇപ്പോൾ പല ദിവസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനയുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത്തരം സമീപനത്തിൽ. മാത്രമല്ല അതിൻ്റെ സൗകര്യങ്ങൾ, സംവിധാനത്തിലുള്ള പാളിച്ചയാണ്. കൗൺസിലർ ഏത് ഘട്ടത്തിലെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ ഇവിടെ? കൗൺസിലർ വന്നിട്ടില്ല. കൗൺസിലർ ഈ 10 ദിവസം കിടന്നു. ഈ 10 ദിവസം കൊണ്ട് ഇത് ഇവിടെ മൂടാതെ കിട്ടുന്ന ഇത് ഉടക്കി ഇവർ ഇന്നലെ 2 ദിവസം മുമ്പേ വന്ന് ഇത് മൂടാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മൂടാൻ പറ്റൂ. ഇവർ വെള്ളം ഇറക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇത് താക്കേണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പൈപ്പ് ഇവിടെ ഇല്ല, പല സ്ഥലത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇത് നിങ്ങൾ ഇത് മൂടണം എന്തിനുണ്ട്, അതല്ലാതെ ഞങ്ങൾ മൂടണം. ഞാൻ പറഞ്ഞു മൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാരാ വിളിച്ച് പറഞ്ഞു, കൗൺസിലറെ വിളിച്ച് പറഞ്ഞു. അപ്പം നാട്ടുകാർക്ക് മൂടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂടുണ്ട, നിങ്ങളങ്ങ് പോയി എന്ന്. ഇവിടെ കുളം പോലെ കിടക്കുക, നാട്ടുകാർക്ക് അവിടെ കിടക്കിട്ടുന്നു. അപ്പോൾ ആൾ വിടും ചത്താലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിലാണ് ഈ ഗതികേട് കിടക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഈ ജോലിക്കാരെ നമ്മൾ ആരും കുറ്റം പറയുന്നില്ല. അവരുടെ വെട്ടാൻ പറയുന്നു, അവർ വെട്ടുന്നു പോകുന്നുണ്ട്. ഇവിടെ പൈപ്പ് ഇത് വർഷകാലം ആയതല്ല, ഇത് കുറച്ച് നാളായതേ ഉള്ളൂ. ഈ റോഡ് വന്നേ പിന്നെയാണ് ഈ പൈപ്പ് ഇട്ടത്. JCBക്ക് തോണ്ടിയാണ് ഈ പൈപ്പ് ഇട്ടത്. ഇതിൻ്റെ മേനോട് അതാ ഇരിപ്പുണ്ട്. ഇത് അപ്പുറത്ത് അതാ കണക്ഷൻ ഈ കഴിഞ്ഞ ആഴ്ച കൊടുത്തതാണ്. ഇതെല്ലാം ഇവിടെ കൊടുത്തതാണ്. ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇവിടെ പൈപ്പ് ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ പോകും? ഇത് ഒരു തോട് നടവരമ്പായിരുന്നു. അന്ന് ഈ റോഡില്ല. റോഡ് വന്നേ പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതി പൈപ്പിട്ട റോഡാണ്. കുടിവെള്ളം മുടങ്ങുന്നുണ്ടോ? അല്ല, കുടിവെള്ളം ഇന്നലെ ഇതിനു വേണ്ടി അടച്ചതാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഈ പണി നടക്കുന്നതുകൊണ്ട് കുടിവെള്ളം മുടങ്ങുന്നുണ്ടല്ലോ. അതിനുള്ള ഇതേ ഉള്ളൂ. അത് എനിക്കൊക്കെ കിട്ടുന്നുണ്ട്. ഈ തേരി പേർത്ത് വെള്ളം കയറില്ല. ആ പൊട്ടൽ കിടക്കുന്നുണ്ട്, വെള്ളം കയറില്ല. കുറേ ദേവികയ്ക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ വെള്ളം, അതായത് ഏതോ ഒരു ഭാഗത്ത് വെള്ളം നന്നായിട്ട് ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ വെള്ളം സമീപത്തുള്ള ചാലിലേക്ക് ഒഴുകി പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇത് തന്നെയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം ഒരുപക്ഷെ ആഴ്ചയിൽ 3-4 ദിവസം തന്നെ നഗരത്തിലെ മിക്ക വീടുകളിലും കിണറുകളില്ല. അവർ ജല അതോറിറ്റിയുടെ വെള്ളം പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ദിവസങ്ങളാണ്. അത്തരം സംഭവങ്ങൾ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ കുടിവെള്ളം പാഴായി പോകുന്ന ഒരു കാര്യം കൂടി അവിടെ നടക്കുന്നത്. ടിൻറ്റു ദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.